ഞാനൊന്ന് പറയട്ടെ. എന്നാലത് അവിടെ പോയിട്ടുണ്ടോ? അയാളെ വീട്ടിൽ തപ്പിയിട്ട് ഒരു തരി സ്വർണം പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പത്മകുമാറിനെയാണോ? ആന്ന്. ആ സ്വർണ്ണമൊക്കെ രാജ്യം വിട്ടതാണ്. കോടിക്കണക്കിന് സ്വത്തല്ലേ. എന്നാ ഒരു ഇച്ചിരി കാശ് പാർട്ടി ഫണ്ടിലേക്ക്. വെറുതെയാണോ ബൂർഷാസികൾ വളരുന്നത്? അതെന്താ? നല്ല ഫലഭൂഷ്ടമായ മണ്ണല്ലേ, ഒന്ന് കിളച്ചാൽ മതി 100 മേനുകളില്ല. ഒരു കൊച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം. മലബാറിൽ ഒഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പോയിക്കോ. മലബാറിൻ്റെ പട്ടിക എനിക്ക് തിരുവിതാംകൂർ അല്ലെങ്കിൽ ഗുരുവായൂർ. അയ്യപ്പനോട് കളിക്കണ്ട മോനെ, പണി പാലുമളത്ത് കിട്ടും. ഇല്ല കാര്യം പറഞ്ഞിട്ടാ. അയ്യപ്പൻ എന്തിനാണോ? മനസമാധാനത്തിന് വേണ്ടി തപസ് ചെയ്യാൻ പോയ ആളാണ്. അയാൾക്ക് വേണ്ടി അമ്പലം പണിതത് മനുഷ്യൻ, അയാളുടെ അമ്പലത്തിൻ്റെ വാതിലിൽ സ്വർണം പണിതത് മനുഷ്യൻ, അത് കഴിഞ്ഞ് ആ സ്വർണം മോട്ടിച്ചത് മനുഷ്യൻ. അത്രയും. എന്തായാലും പാർട്ടി പ്രതിരോധത്തിലാണ്. ഇതെങ്ങനെ ന്യായീകരിച്ചെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിനിടയ്ക്ക് പെട്ടെന്ന് 2 തിരഞ്ഞെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പണിയാണ്, കുറച്ചധികം പണിയാണ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുഴപ്പം. അതിനല്ലാണോ നമ്മൾ 400 രൂപയൊക്കെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കിറ്റ് കൊടുത്ത് നമ്മൾ വോട്ട് വാങ്ങി. കാരണം നമ്മൾ നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങുന്നു. കേരള സാർ 100% ലിറ്ററസി സാർ. യെസ് അതന്നെയാണ് നമ്മുടെ നേതാവ് പറഞ്ഞത്. നീ കേട്ടില്ലേ? അറസ്റ്റിലായാലെന്താ, അയാൾ അനുഭവിക്കട്ടെ. പക്ഷെ അറസ്റ്റിലായെന്ന് കരുതി അയാൾ കുറ്റക്കാരനല്ലല്ലോ. അതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ, അതാണ് നമ്മുടെ പ്രചരണായുധം. പ്രചരണത്തിന് കാര്യം പറഞ്ഞപ്പോഴാണ് നീ വരുന്നില്ലേ? വാ, നമുക്ക് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ പോകാം. നിങ്ങൾ കിട്ടോ, ഞാനിപ്പം എൻ്റേതായ കുറച്ച് പ്രചരണങ്ങളുണ്ട്. നിനക്കെന്ത് പ്രചരണം? ഞാനാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി. അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ വിമത സ്ഥാനാർത്ഥിയാണ്. പാർട്ടിനോട് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടോ? അതെന്താന്ന് വെച്ചാലേ, പാർട്ടി പാക പ്രതിരോധത്തിലാണല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടെ നിന്നും മത്സരിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ മെല്ലെ പാർട്ടി വിട്ടു. പേടിക്കണ്ട, നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എനിക്ക് നീ വോട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചിഹ്നം കട്ടള. കട്ടളേ? അതിലെന്താ? അതായത് ലോജിക്ക് വളരെ സിമ്പിളാണ്. എല്ലാവരും കട്ടളപ്പാളിയിലെ സ്വർണം കട്ട കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കട്ടളയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യും? കട്ടളയ്ക്ക് വോട്ട് ചെയ്യും. അപ്പം ശരി എന്നാ കേട്ടോ, കാണാം. കുറച്ചധികം വീടുകൾ കയറി ഇറങ്ങാനുണ്ട്. അപ്പോൾ മറക്കണ്ട, എൻ്റെ ചിഹ്നം കട്ടള. ഇനി ഞാനൊന്ന് പറയട്ടെ.